സംസ്ഥാനത്ത് തെരുവ് നായകളുടെ ആക്രമണത്തിനിരയായി നഷ്ടപരിഹാരത്തിന് കാത്തിരിക്കുന്നത് 8,263 പേർ. 2016 മുതൽ കഴിഞ്ഞ ദിവസം വരെ ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയത് 9,000-ലേറെ അപേക്ഷകളാണ്. തെരുവ് നായകളുടെ കടിയേൽക്കുന്നതിനേക്കാൾ വേദനയാണ് ഓഫീസുകൾ കയറിയിറങ്ങുന്നത് എന്ന് നഷ്ടപരിഹാരം കാത്തിരിക്കുന്നവർ 24-നോട് പറഞ്ഞു. ഇവരെയെല്ലാം 2018-ലാണ് തെരുവുനായ ആക്രമിച്ചത്. ആ സമയത്തു തന്നെ നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷ നൽകിയതാണ്. പക്ഷേ ഓഫീസുകൾ കയറിയിറങ്ങുകയല്ലാതെ നഷ്ടപരിഹാരം മാത്രം ലഭിച്ചില്ല. 35 ലക്ഷം 19 ആൾക്ക് പാസ്സായി എന്ന് പറഞ്ഞ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 2019 വരെയുള്ള ആൾക്ക്. ഞങ്ങൾ 2018-ലാണ്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. പഞ്ചായത്തിൽ പല പ്രാവശ്യവും പോയി. കഴിഞ്ഞ ആഴ്ചയും കൂടി പോയതാണ്. ഇതുവരെ ഒരു വീരോൽക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. തെരുവ് നായയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവർക്ക് വിട്ടുമാറിയിട്ടില്ല. നായി കടിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് അസമയത്ത് നടക്കുന്നത്. ഇപ്പം കാലിന് ഞരമ്പിലെന്തോ വലിയ നടക്കുമ്പോൾ ചെറിയ ഇതുണ്ടെന്നാണ്. കടിച്ചുപടെ പിടിച്ചാൽ ഞാൻ കാലിൻ്റെ മുകളിൽ നച്ചു നിന്നിട്ട്. 2016-ലാണ് തെരുവ് നായകളുടെ ആക്രമണത്തിനിരയാവുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനായി ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റി രൂപീകരിച്ചത്. 2016 മുതൽ കഴിഞ്ഞ ദിവസം വരെ 9,407 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ നഷ്ടപരിഹാരം നൽകാനായത് 1,144 പേർക്ക് മാത്രമാണ്. 8,263 പേർ ഇവരെ പോലെ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. മാത്രമല്ല, ജസ്റ്റിസ് സിരിജകന്റെ ഓഫീസ് പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത് 2,40,566 രൂപയാണ്. ജസ്റ്റിസ് സിരിജകൻ മാതൃകയിൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപേക്ഷകളെല്ലാം ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണ് ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റി മാതൃകയിൽ ലീഗൽ സർവീസ് അതോറിറ്റി കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് അടുത്തിടെ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.